അക്യുപഞ്ചർ ചികിത്സയുടെ സയൻറ്റിഫിക് വശം നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ഈ ചികിത്സ ശാസ്ത്രം ഉടലെടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു വൈദ്യശാസ്ത്രമാണത്. നമുക്കറിയാം ഇന്ന് സയൻറ്റിഫിക് എന്നതൊക്കെ തന്നെ ഒരു മോഡേൺ മെഡിസിൻ്റെ അണ്ടറിൽ മാത്രം വിശദീകരിക്കപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അക്യുപങ്ക്ചറോ അല്ലെങ്കിൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് ചരക സംഹിതയിൽ രേഖപ്പെടുത്തിയ ആയുർവേദമോ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടേറെ വൈദ്യശാസ്ത്ര ശാഖകളെ പറ്റി പരിശോധിക്കുമ്പോൾ അതിലൊരു ശാസ്ത്രീയ അടിത്തറ എന്ന് പറയുമ്പോൾ അലോപ്പതിയുടെ ഒരു ഡയമെൻഷനിൽ നിന്നും നമുക്കൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ രോഗം സുഖപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയത. 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലുണ്ടായിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇതാണ്, ചികിത്സാ രീതിയാണ്. അതിന് ഒരുപാട് ഫലങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ട് VK പടിയുള്ള ഒരു അശ്വനി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിന് നല്ല പരിഹാരം നമ്മളടുത്തുണ്ട്. നിങ്ങൾ ചമ്മാട് ഞാൻ ക്ലിനിക്ക് നടത്തുന്നുണ്ട്, അതിലേക്ക് വന്നാൽ മതി, അവിടെ വന്നാൽ മതി. പരിശോധിച്ചതിന് ശേഷം കാലിൻ്റെ അടിയിൽ സിംഗിൾ നീഡിൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് മുഴുവൻ നിർത്താം, ആഴ്ചയിലൊരിക്കൽ ഇവിടെ വന്നാൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് 2-3 മാസം കൊണ്ട് എല്ലാം ക്ലിയറാവും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് പക്ഷെ ഒന്നും ഇതായില്ല. നമ്മൾ പറ്റ വീണു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് 2 കാലും ശരി ഉഷാറായിട്ട് നല്ല നിലയ്ക്ക് ആരോഗ്യത്തോടെ നടന്നാണ് വന്നത്. ഇപ്പം ഞാൻ 2 ആൾക്കാരുടെ താങ്ങോട് കൂടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. വാക്ക് ശരിയാവും എന്ന് അറിഞ്ഞ് മുപ്പനെ വിട്ടുന്നല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് സാജിദ് റഹ്മാൻ ആലുവയിൽ ഷുഹൈബ് റിയാലു അക്യുപങ്ക്ചറിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മരിക്കുകയായിരുന്നു. ജൂൺ 11, 2023. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹസ്ബൻഡിന് നെഞ്ചുവേദനയാണ് പറഞ്ഞത്. ഭയങ്കര സഫോക്കേഷൻ, നെഞ്ചിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് ശരീരത്തില് അതും ഇതൊക്കെ കുത്തി കയറ്റാൻ നോക്കും, അപ്പൊ അതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെന്നാലും ആംബുലൻസ് ട്രൈ ചെയ്തു. അപ്പം പ്രഷർ നോക്കി. അതിനു മുമ്പ് ഷുഹൈബിനെ ഫോൺ ചെയ്തു. എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. കാക്ക് ഞാൻ ഡയൽ ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര പെയിൻ ഉണ്ട്. അപ്പം ഫോൺ ചെയ്തപ്പം ഇയാള് ഫോൺ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇക്ക പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നെഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, അവിടെ ആരൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഉമ്മ, വാപ്പ, വൈഫ് എല്ലാരും ഉണ്ട്. എന്നാ എല്ലാവരോടും പുറത്തോട്ട് പോകാൻ പറയാം, എന്നിട്ട് കണ്ണടച്ച് സാജിദ് അവിടെ കിടക്കാൻ പറഞ്ഞു. അല്ല ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പം അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കിടക്കണം, ചെരിഞ്ഞ് കിടക്കണോ, മലന്ന് കിടക്കണോ എന്നൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ ഉള്ളിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കിടന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ തന്നെ നമ്മള് പ്രഷർ നോക്കിയപ്പോ പ്രഷർ ഭയങ്കര ലോ ആയിരുന്നു. വീട്ടില് തന്നെ നോക്കിയപ്പോഴ് പിന്നെ എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെ പെട്ടെന്ന് ആരൊക്കെയോ വന്നു, അനക്കമില്ലാണ്ട് വന്നു. ഏത് രോഗവും മാറ്റാം മരുന്നില്ലാതെ. അതാണ് അക്യുപങ്ക്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരിൽ പലരുടെയും അവകാശവാദം. ഇതിൽ വിശ്വസിച്ചവരാണ് മലപ്പുറം എഡ്രിക്കോട് ഒരു വയസ്സുകാരനെ മരണത്തിന് വിട്ടുകൊടുത്തത്. മലപ്പുറം കാടാമ്പുഴയിൽ ചികിത്സ ലഭിക്കാതെ ഒരു വയസ്സുകാരൻ മരിച്ചതിൽ പോലീസ് അന്വേഷണം. അക്യുപങ്ക്ചർ ചികിത്സ നടത്തുന്ന യുവതിയുടെ കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് പരാതി. അക്യുപങ്ക്ചർ ചികിത്സ മാത്രം സ്വീകരിക്കുന്ന ഇവർ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് ശാസ്ത്രീയ ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി. ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഈ കുടുംബം എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചതാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ കുടുംബം ഈ ആധുനിക മെഡിസിനെതിരെ രൂക്ഷമായ ഭാഷയിലൊക്കെ തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞിനെ കുത്തിവെപ്പും തന്നെ കാര്യമായ രീതിയിൽ എടുത്തില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. 1 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. ആ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ആ കുട്ടിയുടെ മാതാവടക്കം അക്യുപങ്ക്ചർ ചികിത്സ നടത്തുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ്. അക്യുപങ്ക്ചർ പ്രചാരകരായ മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചില്ല, മരുന്നും കൊടുത്തില്ല എന്നാണ് ആരോപണം. കോട്ടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. കുഞ്ഞിന്റെ മരണം നമ്മളെ വേദനിപ്പിച്ചു. മഞ്ഞപ്പിത്തം മാറാൻ
മഴ കൊള്ളിച്ചുവെന്ന് കേട്ടപ്പോൾ നമ്മൾ രോഷം കൊണ്ടു. പിന്നെ പതുക്കെയെല്ലാം മറക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴും അക്യുപങ്ക്ചർ എന്ന പേരിലുള്ള ചികിത്സകൾ ഇവിടെ തടസ്സമില്ലാതെ തുടരുന്നു. ഒരു സൂചി, പല സൂചി, ടച്ച് എന്നിങ്ങനെ പലവിധം. പുതിയ അക്യുപങ്ക്ചറിസ്റ്റുകളെ സൃഷ്ടിക്കാനുള്ള കോഴ്സുകളും തുടരുന്നു. 1 മാസം കൊണ്ട് ഡോക്ടറാക്കുന്നവയുണ്ട്, 1 വർഷം കൊണ്ടും. ഓൺലൈനിൽ ചികിത്സ പഠിപ്പിക്കുന്നവരും അതിനുള്ള സ്ഥാപനങ്ങളും പലത്. ഇത്തരം ഡോക്ടർമാരുടെ ഇരകളായി ജീവൻ നഷ്ടപ്പെട്ടവരും ജീവിതം തുലാസിലായവരും നിരവധി. എറണാകുളത്തെ ഹുസ്നയ്ക്ക് നഷ്ടമായത് ഭർത്താവിനെയാണ്. വെരിക്കോസ് വെയിൻ ചികിത്സിച്ചു മാറ്റാമെന്ന വാക്ക് വിശ്വസിച്ച് മരുന്നുകൾ ഉപേക്ഷിച്ചതിന് നൽകേണ്ടി വന്ന വില. എത്ര ക്രിട്ടിക്കൽ ആയാലും ഇവരെ മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ, ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പേഷ്യൻസിനെ വിലക്കുന്നുണ്ട്. അതാണ് ഭയങ്കര ക്രൂരതയായിട്ട് തോന്നുന്നത്. വിദ്യാസമ്പന്നരാണ് ഹുസ്നയും ഭർത്താവും വീട്ടുകാരുമൊക്കെ. എന്നിട്ടും മരുന്നേ പാടില്ല എന്ന നിർബന്ധത്തിന് എങ്ങനെ വഴങ്ങിയെന്നതിലെ അത്ഭുതം ബാക്കി. പിന്നീട് ഞാൻ ആലോചിക്കുന്നത്, ഇതേപോലെ 10ാം ക്ലാസ് വരെ മാത്രം ബയോളജി പഠിച്ച ഒരാളാണല്ലോ ഇക്കാനെ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളെ തന്നെ ചിലപ്പോൾ ഞങ്ങൾ കുറ്റം പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാണ്ടാണല്ലോ ഇക്കാനെ നിർബന്ധിച്ചാണെങ്കിലും പിടിച്ച് കൊണ്ടുപോകണ്ടല്ലായിരുന്നോ എന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ ഇക്കാടെ പ്രതീക്ഷ അത് ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയിരുന്നല്ല. ഈ വാപ്പാക്കും ഉമ്മാക്കും ഒന്നും പറയാൻ പറ്റണില്ലല്ലോ ഞങ്ങൾ മാറ്റിത്തരാന്ന്. പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാതെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇക്കാലത്ത് പറയുമായിരുന്നു. പിന്നെ കാല് വല്ലാണ്ടെന്ന് പറഞ്ഞാൽ വികൃതമായി. ശരിക്കും പറഞ്ഞ ഇക്കാന്ന് പറഞ്ഞാൽ ഒരു കുരു വന്നാൽ പോലും മിക്ക വേഗം അതിനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യും. പക്ഷെ എന്നിട്ട് ഈ കാല് ഇങ്ങനെ ചറ പറന്ന് പൊട്ടണ കണ്ടിട്ടും ഇക്കത് എങ്ങനെ സഹിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് പ്രതീക്ഷയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയ്ക്ക് ബ്രെയിൻ വാഷ്ഡ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരാൾക്ക് വിശക്കുമ്പം അയാൾക്ക് ദാഹം ഉണ്ടാവില്ല, ദാഹിക്കും വിശപ്പുണ്ടാവില്ല. ഇതാണ് ശരിക്കും ബോഡി ഫിസിയോളജി ശരിക്കും പറയുന്നൊരു കാര്യം. ദാഹമുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട. ഇപ്പോൾ ഒരാളെ ശരീരത്തിൽ ദാഹം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അയാളുടെ ശരീരത്തിൽ ജലാംശം ആവശ്യമുണ്ട്, അപ്പോൾ അയാൾ വെള്ളം കുടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വെറുതെ ഒരു 5-6 ലിറ്റർ വെള്ളം അങ്ങനെ ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അക്യുപങ്ക്ചർ വഴി പ്രമേഹം മാറുമെന്ന വാക്ക് വിശ്വസിച്ചതിന്റെ ഇരയാണ് ഈ ചേളാരി സ്വദേശി റഫീഖ് അഹ്സനി. എൻ്റെ കാലിൻ്റെ ഈ ഭാഗത്ത് ഒരു മുറിവ് വന്ന് പഴുപ്പ് വന്ന് അങ്ങനെ പൊട്ടിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു മൈൻഡും ഇല്ല. പരക്കാരൊക്കെ വലിയ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മെഴുകുതിരി പോലത്തെ ഒരു സാധനം തന്നിട്ട് അത് ചൂടാക്കിയിട്ട് അതിൻ്റെ പുക കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ അക്യുപഞ്ചറിലുള്ള എന്തോ ഒരു സാധനമാണത്. അത് ചൂടാക്കിയിട്ട് അതിൻ്റെ പുക അങ്ങനെ കൊള്ളിച്ചാൽ മതി, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞ്. എന്നിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു മൈൻഡ് എനിക്കുണ്ടായില്ല. അക്യുപഞ്ചർ ചികിത്സ എന്നുള്ളത് അയാൾ അനുഭവിക്കുന്ന പ്രയാസം സുഖപ്പെടുത്താൻ ചികിത്സിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഡയബറ്റിക് എന്ന് പറയുമ്പം അവിടെ ഒരാൾക്ക് പ്രയാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഴയ കാലത്ത് ക്ലിനിക്കലി കൊറലേഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ പരിശോധിച്ചിട്ട് അയാൾക്ക് 300-400 ഉണ്ടെങ്കിലും അയാൾക്ക് അസ്വസ്ഥത ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ട എന്നുള്ള ക്ലിനിക്കലി കൊറലേഷൻ എന്ന് പറഞ്ഞാൽ അലോപ്പതി മരുന്നുകൾ കഴിക്കേണ്ട. ഇതാണ് പഴയ അലോപ്പതി ഫോളോ ചെയ്ത സിസ്റ്റം. അപ്പോൾ അക്യുപഞ്ചർ ചികിത്സ ആരാണ് ഫോളോ ചെയ്യാന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് ഒഴിവാക്കാൻ താല്പര്യമുള്ള ചികിത്സിക്കുന്നത്. അപ്പോൾ മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്? ഷുഗർ കുറയ്ക്കാൻ. അപ്പോൾ ഷുഗർ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മരുന്ന് കഴിക്കണോ, ഷുഗർ നോക്കണം. കാരണം മരുന്ന് കഴിക്കുന്നത് ഷുഗർ മോണിറ്റർ ചെയ്യാനാണ്. ഷുഗർ മോണിറ്റർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ മരുന്നിന് കഴിക്കണം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നില്ല പിന്നെ ഷുഗറിന് മോണിറ്റർ ചെയ്യണം. വളരെ ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് അറിയുന്ന ആരോഗ്യ സംവിധാനങ്ങൾ മോഡേൺ മെഡിസിനിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവ് ആണെന്ന് തെളിയിച്ച കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന പ്രശ്നമാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. പ്രമേഹത്തിന് മാത്രമല്ല, വൃക്ക തകരാറിനും ചികിത്സ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇക്കൂട്ടർ. മലപ്പുറത്ത് പൂക്കോട്ടുംപാടത്തെ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നടത്തിയതിന് ശേഷം പിതാവിനുണ്ടായ ദുരവസ്ഥ പറയുകയാണ് ഷമീർ അഹ്സനി. അത് ഉപ്പാക്ക് കിഡ്നി ഫെയിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ഏകദേശം 4 വർഷം മുമ്പാണ്. ക്രിയാറ്റിൻ കൂടി ശരീരത്തിൽ നീര് വന്നു, ഇങ്ങനെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡോക്ടർമാർ ഇനിയും ഇത് കൂടിയാൽ ഡയാലിസിസിലേക്ക് കടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പല ആളുകളും അതുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ ഈ അക്യുപങ്ക്ചർ ചികിത്സയിൽ ഇതിൽ കാര്യമായിട്ട് ഒരു ഫലം ചെയ്യും എന്ന് പറഞ്ഞൊരു സ്ഥലം പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഡയാലിസിസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല.
അങ്ങനെ അന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനപ്പുറത്ത് ഒരു സ്ഥലത്ത്, അവിടെ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലമാണ്, അക്യുപഞ്ചർ വിദഗ്ധനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തി നോക്കുമ്പോൾ അവസ്ഥ, അവിടെ ഒരുപാട് രോഗികൾ വരുന്നുണ്ട്, വിവിധ രോഗികൾ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻസ് വരുന്നുണ്ട്, അതുപോലെ കിഡ്നി രോഗികൾ കുറേ വരുന്നുണ്ട്. അവിടെ ഒരുപാട് റൂമുകൾ, വില്ലകൾ, ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചെന്ന് ഇതൊക്കെ നോക്കിയതിന് ശേഷം നമ്മളോട് പറയുന്നത്, ദിവസം 2 നേരം ഇത് ഈ സൂചി കുത്തണം, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ താമസിക്കണം. കാരണം ഞങ്ങൾ ഒരുപാട് ദൂരെയാണ്, വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ഏകദേശം അത്ര ദൂരെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ സ്ഥിരം വന്നു പോകാൻ നടക്കാത്തത് കൊണ്ട് അവിടെ നമ്മൾ അവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ അഡ്മിറ്റ് ആകാൻ അവിടെ ഒരുപാട് റൂമുകൾ, വില്ലകളൊക്കെ ഉണ്ട്, വീടുകളുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് അവിടെ അതിൻ്റെ ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആകേണ്ടത്. അങ്ങനെ അവിടെ അഡ്മിറ്റായി. ഉമ്മ, ഉപ്പ, അത് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായി. അദ്ദേഹം പറയുന്നത് ഇത് 2-3 ആഴ്ച കൊണ്ട് ക്രിയാറ്റിൻ ലെവൽ ശരിയായി വരും, അതുപോലെ നീര് കുറയും, അതോടുകൂടി നമുക്ക് മരുന്നൊക്കെ നിർത്താൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആ സമയത്ത് വേറൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക ആളുകളും ഇതിലൊക്കെ പോയി പെടുന്നത് ഈ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മളെല്ലാവർക്കും അപ്പോൾ നമുക്ക് വേറൊന്നും വർക്കാവില്ല, നമ്മുടെ ലോജിക്കൊന്നും വർക്കാവില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ ഉപ്പാനെയും അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അഡ്മിറ്റ് ചെയ്തിട്ട് 1 മാസം രാവിലെയും വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഈ സൂചി കുത്തും, പിന്നെ എന്തോ ഒരു പയർ വെച്ചിട്ട് ശരീരത്തിലൂടെ വെക്കുക, അമർത്തൽ, അങ്ങനെയൊക്കെ ചില ചികിത്സകൾ മാത്രം, വേറെ മരുന്നൊന്നുമില്ല, ഒരു മരുന്നുമില്ല. അങ്ങനെ 1 മാസം നിന്നു. അതിൻ്റെ ഇടയിൽ 2-3 ആഴ്ച അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജിയുടെ ഡോക്ടറുടെ മരുന്ന് ചിലതൊക്കെ അദ്ദേഹം നിർത്തി വെക്കാൻ വേണ്ടി പറഞ്ഞു. നിർത്തി, അങ്ങനെ ഭാഗികമായിട്ട് നിർത്തി. പിന്നെ 1 മാസം കഴിഞ്ഞ് പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടായില്ല. പറയത്തക്ക മാറ്റം എന്ന് പറയാം, നീര് കൂടി എന്ന് പറഞ്ഞു, ഇവിടെ അങ്ങനെ കിടക്കുകയാണ്. ക്രിയാറ്റിൻ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അവിടെ പോകാം, ഒരാഴ്ചക്ക് അവിടെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 2ാം ഘട്ടം പിന്നെ ഒന്നുകൂടി നിങ്ങളവിടെ കിടക്കണം എന്ന് പറഞ്ഞു. 2ാം ഘട്ടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-10 ദിവസം വീണ്ടും കിടന്നു. പക്ഷേ അങ്ങനെ 1.5 മാസം അവിടെ നമ്മൾ ഉപ്പാനും കൊണ്ട് അവിടെ അഡ്മിറ്റായി. രാവിലെ 2 നേരം രാവിലെ വൈകുന്നേരമായിട്ട് ഈ സൂചി കുത്തുന്ന പണിയെടുക്കും. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നമ്മൾ തന്നെ റിസ്ക് എടുത്ത് നമ്മൾ പറഞ്ഞ് പോരാന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതാണ്. ആ പോന്ന് പിന്നീട് നമ്മൾ വീണ്ടും പഴയ ചികിത്സയിലേക്ക് എത്തി. നമ്മൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രിയാറ്റിൻ വർദ്ധിച്ചു കൂടി. പിന്നെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിൽ പെട്ടെന്ന് വേഗം ഗ്യാസിലേക്ക് അടക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അന്ന് എൻ്റെ ഒരു ഉപ്പൻ്റെ കൂടെ ഒരു 3-4 ആളുകൾ, ഇവിടെ കടലുണ്ടി, പരപ്പനങ്ങാടി ഭാഗത്തുള്ള ഒരാൾ, ഒരു മങ്കട ഭാഗത്തുള്ളൊരു പഴയ പട്ടാളക്കാരന്, അങ്ങനെ 3-4 ആളുകൾ ഇതേ അവസ്ഥയിലുണ്ടായിരുന്നു. അവരായിട്ടൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും. നമ്മളവിടുന്ന് പോകുന്നതിന് ശേഷം ഉമ്മ അവരായിട്ട് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യും. അവരുടെ കൂടെയുള്ളവരായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെയും, ചില ആളുകൾ മരിച്ചുപോയി, ചില ആളുകൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോയി, ഡയാലിസിസിന് ശേഷം ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരൊറ്റ ആളും ആ വിഷയത്തിൽ പിന്നീട് രക്ഷപ്പെട്ടില്ല. അതായത് ആ ചികിത്സ ഫലപ്പെട്ടതായിട്ട് ആരും ഇല്ല എന്നാണ് ഞങ്ങളുടെ അനുഭവം. അനുഭവസ്ഥർ ഇത് പറയുമ്പോൾ തികച്ചും ഭിന്നമായൊരു ചിത്രം പങ്കുവെക്കാനാണ് ചികിത്സ നടത്തുന്നവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു കിഡ്നി ഫെയിലിയർ പേഷ്യൻ്റ് വന്നു. അയാൾക്ക് കിതപ്പുണ്ട്, നീരുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നുണ്ട്, അയാൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. അയാളുടെ അസ്വസ്ഥ ചികിത്സ ചെയ്ത് മാറുമെങ്കിൽ അയാൾ ചികിത്സിക്കും. നമ്മൾ പറയും, ഒരാഴ്ച ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ വന്ന് നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തിപ്പോകാം, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. അങ്ങനെ ഒരാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അയാളെല്ലാ ബുദ്ധിമുട്ടും മാറിയ ആൾക്കാരുണ്ട്. നമ്മൾ നോക്കുന്ന കാര്യം എന്താണ്, അവർ അത്രയും കാലം മരുന്ന് കഴിച്ചിട്ട് അവർക്ക് കിട്ടാത്ത ആശ്വാസം മരുന്ന് കഴിയുമ്പോൾ കിട്ടി, അത് അവർക്ക് നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് ആ ടെസ്റ്റ് റിസൾട്ടിനേക്കാളും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അവർ അനുഭവിച്ച സുഖത്തിനെയാണ്. രോഗം എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു അക്കുഷ് അക്യുപങ്ചർ അക്കാദമി സ്ഥാപകനും ഡയറക്ടറുമായ അക്യുപങ്ചർ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ഷുഹൈബ് റിയാലു. നല്ല ജിമ്മിന് പോകുന്ന ആൾക്കാരെ പോവാം, നല്ല ജിമ്മിൽ നല്ല ബോഡി ബിൽഡേഴ്സിന് പോവാം. അവിടെ പോയി ക്രാറ്റിൻ പരിശോധിച്ചാൽ ക്രാറ്റിൻ എത്ര ഉണ്ടാവും? 17 പോയിൻ്റൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് കാരണം അവർക്ക് ഉത്തരം ഉണ്ടാവും. അപ്പോൾ ക്രാറ്റിൻ കൂടിയിട്ട് അയാൾക്കൊരു കുഴപ്പമില്ലാത്തതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജിമ്മിലും നല്ല ബോഡി ബിൽഡേഴ്സിനെ പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ക്രാറ്റിൻ 17 ആയിട്ടും അയാൾക്കൊരു കുഴപ്പമില്ല. ഇവിടെ 2-3 ആളോ ആകുമ്പോഴേക്കാളും വല്ലാതെ ഭയപ്പെടുന്നു. ശരീരത്തിൽ മെറിഡിയൻ പോയിന്റുകളെ ഉത്തേജിപ്പിക്കുക എന്ന അക്യുപങ്ചറിന്റെ അടിസ്ഥാന സിദ്ധാന്തം അദ്ദേഹം വിശദീകരിച്ചു. അക്യുപങ്ചർ ചികിത്സ എന്താണെന്ന് ചോദിക്കപ്പെടുകയാണെങ്കിൽ, മനുഷ്യ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത
അനേകം അക്യുപങ്ക്ചർ പോയിന്റുകളുണ്ട്. പ്രാഥമികമായി 12 ബൈലാറ്ററൽ മെറിഡിയനും അതുകൂടാതെ 2 യൂണിലാറ്ററൽ മെറിഡിയനും അതുകൂടാതെ ഒട്ടേറെ എക്സ്ട്രാ ഓർഡിനറി മെറിഡിയനും ഇങ്ങനെ ഇത്രയും മെറിഡിയനിലായി ഒട്ടേറെ അക്യുപങ്ക്ചർ പോയിന്റുകളുണ്ട്. ഈ അക്യുപങ്ക്ചർ പോയിന്റുകൾ ഭൂമിയിലെ മുഴുവൻ മനുഷ്യ ശരീരത്തിലുമുണ്ട്. ഇതാണ് അക്യുപങ്ക്ചറിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു മനുഷ്യനെ നിങ്ങൾ കാണുമ്പോഴും ആ മനുഷ്യൻ്റെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അക്യുപങ്ക്ചർ മെറിഡിയൻ ഉണ്ട്. അതിൽ അക്യുപങ്ക്ചർ പോയിന്റുകളുണ്ട്. ഒരാൾക്ക് രോഗമുണ്ടാകുമ്പോൾ ആ രോഗം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഈ ജീവശക്തിയിലുണ്ടാകുന്ന ഈ എനർജിയിലുണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിലെ രോഗം എന്ന് പറയുമ്പോൾ ആ ഏറ്റക്കുറച്ചിലിനെ ക്രമീകരിക്കാൻ വേണ്ടി അക്യുപങ്ക്ചർ പോയിന്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചികിത്സാ സമീപനം. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളോടെ ഈ അടിസ്ഥാനം തന്നെ ഇല്ലാതായെന്ന് പൊതുജനാരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ അരവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമത് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല എന്നുള്ള. ഇപ്പോൾ അക്യുപങ്ക്ചർ എടുത്തു കഴിഞ്ഞാൽ അക്യുപങ്ക്ചറിൻ്റെ ബേസിസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോഡിക്കകത്ത് ഉള്ള ലൈഫ് ഫോഴ്സസ് ഇങ്ങനെ പല രീതിയിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫോഴ്സുകൾ ഫ്ലോ ചെയ്യുന്ന സ്ഥലത്ത് ചില സ്ഥലത്ത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കുറേ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലൊക്കെയാണ് ഇവർ ഈ സൂചിയും മറ്റും വെച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം. എന്നാൽ ഈ പോയിന്റുകൾ അവിടെ എന്തുണ്ട്? ഈ പഴയ തിയറികളിൽ പല ഇന്ത്യൻ മെഡിസിനിലും ചൈനീസ് മെഡിസിനിലും ഒക്കെ ഈ ലൈഫ് ഫോഴ്സ് കീ എന്ന് പറഞ്ഞാൽ ലൈഫ് കീ എന്നൊക്കെ പറയുന്ന ലൈഫ് ഫോഴ്സ് അതിന് ഉള്ള പോയിന്റുകളുണ്ട്. ഇന്ത്യൻ ഇതിൽ മർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫിലോസഫി ഉണ്ട് ഇതിന് പിന്നിൽ. എന്നാൽ ഈ ഫിലോസഫി ഇന്ന് ആധുനികമായിട്ടുള്ള പല രീതികളിൽ നോക്കാൻ വേണ്ടി കഴിയും. നമുക്കിന്ന് ബോഡിയുടെ ഓരോ ഭാഗവുമുള്ള കോശങ്ങളും ഇതൊക്കെ തന്നെ നോക്കി പഠിച്ച് മാപ്പ് ചെയ്യുമ്പോൾ ഈ പോയിന്റുകൾക്ക് യാതൊരു ബേസിസും ഇല്ല. അത് തന്നെ ഒരാൾ പറയുന്ന പോയിന്റ് ആയിരിക്കില്ല വേറൊരാൾ പറയുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് കുറേ ട്രയൽ ആൻഡ് എറർ വഴി ഇങ്ങനെ വന്ന സാധനം എന്നുള്ളതല്ലാതെ അതിന് യാതൊരു ബേസിസും ഈ അടിത്തറ തന്നെ ഇല്ല. ഈ ചികിത്സകൾക്കൊക്കെ നേരെ മറിച്ച് മോഡേൺ മെഡിസിനിലാണെങ്കിൽ അതൊരു അടിത്തറയുടെ മുകളിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അനാറ്റമി, ഫിസിയോളജി, ശരീരത്തിൻ്റെ ഘടനയെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ട് അത് വെറുതെ നോട്ടം മാത്രമല്ല, മൈക്രോസ്കോപ്പ് വഴിയും മറ്റുള്ളത് വഴിയും പലതരം ഇലക്ട്രിക്കൽ രീതികൾ, EEG, ECG മുതലായിട്ടുള്ള പലതരം രീതികൾ, നമ്മുടെ രക്തത്തിലുള്ള ഫ്ലൂയിഡുകളും ഇതുമൊക്കെ തന്നെ ബയോകെമിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച പല രീതിയിലുള്ള പഠനങ്ങൾ വഴി ഉണ്ടാക്കിയൊരു നോളജിൻ്റെ മുകളിലാണ് ഈ സാധനമുള്ളത്. അത്തരത്തിൽ എന്തിൻ്റെ മുകളിലാണ് ഇതൊക്കെ തന്നെ അക്യുപങ്ക്ചർ ആയാലും ഹോമിയോപ്പതി ആയാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ളൊരു അടിത്തറ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നും തന്നെ അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒക്കെ തന്നെ പലപ്പോഴും വൈഡായിട്ട് സ്യൂഡോ സയൻസുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച് അപകടമുണ്ടാക്കുകയാണ് ഇത്തരം ചികിത്സാ രീതികളെന്ന് ഡോക്ടർ അരവിന്ദൻ പറയുന്നു. ചൈനയിലായാലും ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും ക്യാൻസർ ചികിത്സിക്കാനിതാ അക്യുപങ്ക്ചർ, അല്ലെങ്കിൽ ഡയബറ്റീസ് മാറ്റാൻ അക്യുപങ്ക്ചർ, ഒരു സ്ഥലത്തും അത് അത്തരത്തിലുള്ള ചികിത്സകൾ അനുവദിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു ക്ലെയിമുമായിട്ട് പോയി കഴിഞ്ഞാൽ നാളെ ജയിലിൽ കിടക്കും. ഇവിടെ അതല്ല സ്ഥിതി. ഇവിടെ അതിനു വേണ്ടി എന്ത് സാധനത്തിനും ഇത് ചികിത്സിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്യൂർ ഉണ്ടെങ്കിൽ അത് അക്യുപങ്ക്ചർ വഴി മാത്രം അല്ലെങ്കിൽ ഇത് വഴി മാത്രമാണെന്നുള്ള തരത്തിലുള്ള അവകാശവാദങ്ങൾ. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ബാക്കിയുള്ള ചികിത്സകൾ, പ്രത്യേകിച്ചും ഫലപ്രദമായുള്ള ചികിത്സ മുടക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് ഇന്നത്തെ. ഇത് തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാത്തത് എന്ത് എന്നതിന് മറുപടിയുണ്ട് അക്യുമാസ്റ്റർ ഷുഹൈബ് റിയാലുവിന്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങളെ സമീപിക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യമെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ചോദ്യത്തിന് നിങ്ങൾ മോഡേൺ മെഡിസിൻ്റെ സൈഡിൽ വെച്ച് ചോദിക്കുമ്പോൾ ആ മോഡേൺ മെഡിസിൻ്റെ ചേരുന്ന ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ പറ്റി നോളജ് ഇവിടെ ഇല്ല. ഇപ്പോൾ സിമ്പിൾ ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുന്നു, മലയാള ഭാഷയുടെ ഗ്രാമർ അറബി ഭാഷയ്ക്ക് പറ്റില്ലെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാം? ഇതേ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപേക്ഷിക്കാൻ തങ്ങൾ ആവശ്യപ്പെടാറില്ലെന്നും അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിൽ ഷുഹൈബ് റിയാലു വെളിപ്പെടുത്തുന്നു. അക്യുപങ്ക്ചർ ചികിത്സ സ്വീകരിക്കുന്ന ഒരാൾ അയാൾ മറ്റേതെങ്കിലും ചികിത്സ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ എന്നെ പോലെയുള്ള ചികിത്സകർ അവരെ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ ആ ചികിത്സ ചെയ്തോളൂ.
നിങ്ങളുടെ രോഗം അതിൽ തന്നെ മാറട്ടെ. മറ്റുള്ള എല്ലാ ഡോക്ടർമാരും പിന്നീട് കാണിച്ച ഡോക്ടർമാർക്ക് പറഞ്ഞു നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കൽ നിർത്തരുതെന്നാണ് പറഞ്ഞത്. ഒരിക്കൽ നിർത്തരുതെന്ന് പറഞ്ഞു. ഇയാളും തയ്യെ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു, മരുന്നൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞു. നമുക്കൊന്നും വരില്ല. പിന്നെ അങ്ങനെ 3 മാസത്തിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നീടാണ് തുടങ്ങിയത്. പിന്നീട് ആ മരുന്നിൻ്റെ എഫക്റ്റുകളും മറ്റൊക്കെ കണ്ട് കഴിഞ്ഞോടുകൂടി എന്തായത് അത് മൊത്തം നരമ്പുകളിലേക്ക് വന്നു. ഇപ്പോൾ ഈ 2 മസിലങ്ങ് വേദനയാവും. കാലിന് പൊന്തിച്ച് നടക്കാനുള്ള ഒരു ശേഷിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെതായി ഡിജിറ്റൽ സ്പേസിൽ ഇപ്പോഴുമുള്ള വീഡിയോകളിൽ പറയുന്നത് മരുന്നുകൾ ഉപേക്ഷിക്കാനാണ്. നിത്യം മരുന്ന് കഴിക്കുന്ന രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ രോഗികൾക്ക് പ്രയോജനമില്ല, മറിച്ച് മരുന്ന് കച്ചവടത്തിന് ഒരു പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളത് തികച്ചും ഒരു ചികിത്സകൻ്റെ ധാർമ്മിക ബാധ്യത മറന്നുള്ള പ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മരുന്ന് കഴിച്ച് ജീവിക്കുന്ന ഓരോ ആളുകൾക്കും നിങ്ങളുടെ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ രോഗം സുഖപ്പെടാൻ സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ പര്യാപ്തമാണ്. അക്യുപങ്ക്ചർ ചികിത്സയിലിരിക്കെ ശരീരത്തിൽ മുറിവും പഴുപ്പുമുണ്ടായപ്പോൾ ശരീരം സ്വയം മാലിന്യം പുറംതള്ളുകയാണെന്ന് വിശദീകരിക്കുകയായിരുന്നു അക്യുപങ്ക്ചറിസ്റ്റ് എന്ന് അനുഭവസ്ഥർ പറയുന്നു. അതിങ്ങനെ പൊഴുത്ത് ഒരിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അയാൾ പറഞ്ഞത് അത് ശരീരത്തിലുള്ള കേട് പോവുകയാണ്, ശരീരമൊക്കെ പറ്റ ശോഷിച്ചു പോയിന്. അപ്പോഴേക്ക് പറയും ഇത് കെമിക്കൽ ബോഡിയാണ്, ഇപ്പൊ അതായത് മെഡിസിൻസ് ഒക്കെ കയറിയ ബോഡിയാണ്. ആ ബോഡിയെ ശരിയാക്കി എടുക്കുന്നതെന്നോ അങ്ങനെ എന്തോ പറയുന്നത്. കെമിക്കൽസിനൊക്കെ പുറന്തള്ളുന്നതാണ്. അത് എന്നോടും പറയാറുണ്ട്. ആ കെമിക്കൽസും അതൊക്കെ പോകുന്നതാണ് ഈ പസ്സിലൂടെയും ബ്ലഡ് ആയിട്ടും ഒക്കെ പോകുന്നത് ആ കെമിക്കൽസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ പൂർണ്ണമായിട്ട് മാറും. അങ്ങനെ പറയണം. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. മരുന്നുപേക്ഷിക്കാൻ പറയുന്നില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തെ സമീപിക്കരുതെന്ന് പറയുന്നില്ല എന്ന വാദങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് ഈ അനുഭവസ്ഥരുടെ വാക്കുകൾ. ഷുഹൈബ് റിയാലുവിന്റെ അനുമതിയോടെ ചികിത്സാ രീതി ചിത്രീകരിച്ചു അപ്ഡേറ്റ് ടീം. സ്വന്തം അനുഭവത്തിൽ നിന്ന് ടച്ച് തെറാപ്പിയാണ് ഏറ്റവും ഫലപ്രദമെന്ന് തിരിച്ചറിഞ്ഞതായി അദ്ദേഹം പറയുന്നു. ആ രീതി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. വൈഡ് ഷോട്ടിൽ നിന്ന് ക്ലോസപ്പിലേക്ക് ക്യാമറ മാറ്റുമ്പോഴേക്ക് ടച്ച് തെറാപ്പി കഴിഞ്ഞിരുന്നു. അതിനാൽ ചിത്രീകരിക്കാനായത് ഇത്രമാത്രം. സെക്കൻഡുകൾ നീണ്ട ടച്ച്. ശരീരത്തിലെ മെറിഡിയൻ പോയിന്റുകളെ ഉത്തേജിപ്പിക്കാൻ ഇത് മതിയെന്നാണ് ഷുഹൈബ് പറയുന്നത്. അപകടങ്ങളിൽ പരിക്കേറ്റ് ഒടിവുകൾ ഉണ്ടായവരെ പോലും അവർ സമ്മതിച്ചാൽ ചികിത്സിക്കുമെന്നാണ് ഷുഹൈബ് റിയാലുവിന്റെ അവകാശവാദം. എല്ല് പൊട്ടിയ ഒരാളെ സംബന്ധിച്ച് എല്ല് പൊട്ടിയാൽ അയാൾക്ക് പ്ലാസ്റ്റർ ഇട്ടാൽ അല്ലെങ്കിൽ സർജറി ചെയ്താൽ അല്ലെങ്കിൽ അതിൽ ആവശ്യമായ നട്ട് ബോൾട്ടൊക്കെ വെച്ച് സർജറി ചെയ്താൽ അതാണ് അയാൾക്ക് മികച്ചതെന്ന് തോന്നി അയാൾ അങ്ങോട്ട് പോകും. അത് അയാൾ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ മിക്കവാറും അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വരുന്നത്, നിങ്ങൾക്ക് അലോപ്പതിന് പോയാൽ പോലും ചോദിക്കും. അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യും, പലപ്പോഴും പല ആവർത്തി റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവരോട് പറയും ആയിക്കോട്ടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാം. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ് അവർക്കറിയാം. സർജറി ചെയ്യൂല, വെച്ച് കെട്ടൂല, പ്ലാസ്റ്റർ ഇടൂല, ആകെ ഒരു പോയിന്റ് നീഡിൽ വെക്കും, എടുക്കും. ഇത്തരം ചികിത്സകളെയെല്ലാം ജനം വിശ്വസിക്കാൻ കാരണമുണ്ടെന്ന് പറയുന്നു ഡോക്ടർ അരവിന്ദൻ. കാരണം സാധാരണ ജനങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാവണമെന്നില്ല. കാരണം അവരിത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ, അതുവഴി വളരെ ശരിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ആൾക്കാർ ഇത് പോയിട്ട് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതി. അത് പ്രത്യേകിച്ച് മോഡേൺ മെഡിസിനിൽ വളരെ ഫലപ്രദമായതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടായിന്ന് വരാം, പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് വരാം. അതൊക്കെ തന്നെയുണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത് ഓരോന്ന് ഇടയ്ക്ക് വരുന്ന ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ടോ ഇത് മുഴുവൻ കുഴപ്പമാണ്, അതുകൊണ്ട് ഇത് മുഴുവൻ എന്താ പറയുക ഒരു ബഹുരാഷ്ട്ര ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ്, മരുന്ന് കമ്പനികളും ഡോക്ടർമാരും ഇവരെല്ലാം കൂടെയുള്ളൊരു ഗൂഢാലോചനയാണ്, ഇത് മുഴുവൻ ഒരു തട്ടിപ്പാണ്, അതുകൊണ്ട് അതും നിങ്ങൾ അതിന് പോകരുത്, ഇത് സ്വീകരിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ അത് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സ മാത്രമല്ല പഠിപ്പിക്കലും നടത്തുന്നുണ്ട് ഇവരിൽ പലരും. കോഴ്സുകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഷുഹൈബ്. എത്ര കാലം പഠിച്ചുവെന്നതിനല്ല, രോഗം മാറ്റാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. കൈപുണ്യമുള്ള ഡോക്ടർ എന്ന് പറയുന്നത് പോലെ കൈപുണ്യം പഠിച്ചു നേടാനാകുമോ എന്നതാണ് ചോദ്യം. സാധാരണ അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട അക്യുപങ്ക്ചർ ഒരു അനാട്ടമി ഫിസിയോളജി ഉണ്ട്, അതാണ് മെയിൻ ആയിട്ടുള്ള സംഗതി. അത് പഠിച്ച ആൾക്ക് പിന്നെ അക്യുപങ്ക്ചർ മെറിഡിയൻ, അക്യുപങ്ക്ചർ പോയിന്റുകൾ, ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്, പൾസ് ഡയഗ്നോസിങ്, ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റികൾ, ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. എന്ന് വെച്ചാൽ സെമിനാറുകളുണ്ട്, അതുപോലെ തന്നെ കുറേ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. മീൻസ്
ഓൾമോസ്റ്റ് 2 കൊല്ലമാണ് കോഴ്സ്, 2 ഇയർ കോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റും അവരെ കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സ് 2 ഇയർ കോഴ്സാണുള്ളത്. ഇപ്പോൾ നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് BSS ഭാരത് സേവക് സമാജ് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത്. ഭാരത് സേവക് സമാജ് തന്നെയാണ് പല ഈ നിങ്ങൾ അന്വേഷിച്ചാൽ പറയും ലാബ് ടെക്നീഷ്യൻ കോഴ്സുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ഡയാലിസിസ് സെൻ്ററിൻ്റെ കോഴ്സുകൾ, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട്. അതേപോലത്തെ ഇവർ തന്നെയാണ് നമുക്ക് കോഴ്സ് ഇത് ചെയ്യുന്നത്. എന്താണ് അക്യുപങ്ക്ചർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കോഴ്സുകൾ നടത്തുക, ഒരു ചികിത്സകനുള്ള കോഴ്സല്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം അലോപ്പതിയിൽ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ട്രെയിനിങ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CPR പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമ കെയർ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിന് MBBS എന്ന് പറയാൻ പറ്റില്ല. അതൊരു കോഴ്സ് ഒരു 1 ഡേ ട്രെയിനിങ്ങോ 2 ഡേ ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടാവും. അതുപോലെ ഇപ്പം നമ്മുടെ ശരീരത്തിൽ അക്യുപങ്ക്ചർ പോയിന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സായിട്ട് മാത്രമേ കാണാൻ പറ്റും. അതൊരു ചികിത്സാ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രോഗികൾ ചികിത്സയ്ക്ക് വരുന്നത് റിസൾട്ട് മാത്രമാണ്, അവരെ റിസൾട്ട് മാത്രമാണ്. എത്ര കാലം പഠിച്ചു, ഇയാളെത്രയാളെന്ന്. ഇപ്പം നമുക്കറിയാം, ഇതിൽ ചികിത്സ എന്ത് തന്നെ പഠിച്ചാലും ശരി, ആളുകളുള്ളിൽ കൈപ്പുണ്യം എന്നൊരു സാധനമുണ്ട്. ഇത് നിങ്ങൾ എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് എവിടെ പോയി കൈപ്പുണ്യം നേടാൻ പഠിക്കാൻ പറ്റും? പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കൈപ്പുണ്യമുള്ള ഡോക്ടർമാരെന്ന് പറയാം, ഡോക്ടർക്ക് പോയി കാണിക്കുക. ആ കൈപ്പുണ്യമാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇത് എവിടെ പോയി പഠിക്കും? ഇതിനെന്ത് കോഴ്സാണുള്ളത്? ഇതാണ് യഥാർത്ഥത്തിൽ ചികിത്സകൻ്റെ റിയൽ ക്വാളിഫിക്കേഷൻ. രോഗനിർണയത്തിനോ ചികിത്സക്കോ പഠനത്തിനോ കൃത്യമായ മാനദണ്ഡങ്ങളില്ലെന്നതിന് ഈ വാക്കുകൾ തന്നെ തെളിവാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ദീർഘനാളായി ഇതേക്കുറിച്ച് പഠിക്കുകയും പരാതികൾ നൽകുകയും ചെയ്ത ഹംസത്ത് പൊന്നാനി. ഞാൻ ഇവരെ ഒരു മാഫിയ സംഘം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒട്ടും പ്രയാസം തോന്നുന്നില്ല. കാരണം ഇവരുടെ ഒരു മാഫിയ സ്വഭാവം തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു അഭിനവ രാംദേവ് എന്ന് വിളിക്കാനാണ്, ഈ ഷുഹൈബ് റിയാലിനെ ഒരു അഭിനവ രാംദേവ് എന്ന് വിളിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇറ്റ് വുഡ് ബി മോർ മാച്ചിങ് ടു ഹിം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തം പരിപൂർണമായ വ്യാജം പ്രചരിപ്പിക്കുക, മതത്തെ ഉൾപ്പെടുത്തുക, മതശാസനയാണെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവരുടെ ഇരകളാക്കി മാറ്റുക. അക്യുപങ്ക്ചറിനെ ഒരു തെറാപ്പിയായി അംഗീകരിച്ച് ചികിത്സാരീതിക്കും പഠനരീതിക്കും മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാക്കുന്നതിന് ഉന്നത സമിതിയെ നിയോഗിച്ചതായി PV അബ്ദുൽ വഹാബ് MPക്ക് 2024 രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതുവരെ രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ നിർദ്ദേശപ്രകാരം അക്യുപങ്ക്ചർ തെറാപ്പി നൽകാവുന്നതാണെന്നും രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ നിർദ്ദേശപ്രകാരമേ പാടുള്ളൂവെന്ന കോടതി വിധികളും പലതുണ്ട്. ഓൾ തമിഴ്നാട് അക്യുപങ്ക്ചർ ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ അസോസിയേഷൻ 2016 നൽകിയ ഹർജിയിൽ 2023 മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിലും ഇത് തന്നെയാണ് പറയുന്നത്. ദേവൻ രാമേന്ദ്രന്റെ വിധി മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്നുള്ള ഒരു അക്യുപഞ്ചറിസ്റ്റ് ഒരു ഒരു അക്യുപഞ്ചറിസ്റ്റ് കൊടുത്തൊരു പരാതിയാണ്. അവരെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. അതിനെ ആ വിധി കോടതി ആ വിഷയം കേൾക്കുകയും കോടതി അതുമായി അതേപോലുള്ള ഒരു ജസ്റ്റിസ് വേറെ 2 റിട്ട് പെറ്റീഷൻസ് ആയിരുന്നു. അതൊക്കെ വെച്ചിട്ടൊരു കോടതി റെഫറൻസൊക്കെ വെച്ചിട്ട് കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയിൽ കോടതി പറയുന്നത് ഇവരുടെ അക്രഡിറ്റേഷൻ, അതായത് സർട്ടിഫിക്കറ്റ് ജെന്യൂനിറ്റിയെ കുറിച്ച് ഗവൺമെന്റിന് പറയാനൊന്നുമില്ല. ഗവൺമെന്റിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റണില്ല. അന്ന് ഇവർക്ക് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് മനു പറഞ്ഞത് ഇവർക്കൊരു കൗൺസിലില്ല, അതും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ജെന്യൂനിറ്റിയെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൗൺസിൽ ഒരു അക്യുപഞ്ചർ കൗൺസിൽ രൂപീകരിക്കുകയും ഇവരുടെ പ്രാക്ടീസ്, ഇവരുടെ ജെന്യൂനിറ്റി സർട്ടിഫിക്കേഷൻ ജെന്യൂനിറ്റി പരിശോധിക്കുകയും എന്നിട്ട് ആ രജിസ്ട്രേഷൻ അടിസ്ഥാനത്തിൽ യോഗ്യരായ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് ആ വിധി ജഡ്ജ്മെന്റ്. ഇത് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റും. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതുവരെ രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ നിർദ്ദേശപ്രകാരമേ അക്യുപങ്ക്ചർ തെറാപ്പി നൽകാവൂ. പക്ഷേ നടക്കുന്നത് പ്രാക്ടീഷണേഴ്സും മാസ്റ്റേഴ്സും യഥേഷ്ടം ചികിത്സ നടത്തുന്നതാണ്. ഇത് വേണ്ടത്ര റെഗുലേഷൻ
ചെയ്യുന്നുണ്ടോ, അതായത് ശരിക്കും ഒതൻറ്റിക് പ്രാക്ടീഷണേഴ്സ് ആണോ അത് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം വന്നത്. അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ ചെയ്താലും ഇല്ലെങ്കിലും സ്യൂഡോ സയൻസ് തന്നെയാണ്. കാരണം നമുക്കൊരു ഹാർട്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് ശരിക്കുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് തുറന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്നും ഏൽപ്പിക്കില്ല. അങ്ങനെയുള്ളവർ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ നോക്കി മാത്രമേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഇത് കുറച്ച് സൂചി കുത്തിയിട്ട് നിങ്ങൾ എന്ത് ക്യാൻസറും എന്ത് വേണമെങ്കിൽ ഞാൻ ക്യൂർ ചെയ്ത് തരാമെന്ന് പറയുന്നതിന് ഈ ഒരു ട്രെയിനിങ് കിട്ടിയ ആളാണോ അല്ല എന്നുള്ളത് പ്രസക്തമല്ല. അതിന് വലിയൊരു കാര്യമൊന്നുമില്ല. അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അക്യുപങ്ചർ മേഖലയെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും നിയന്ത്രിക്കാനും ഉതകും വിധത്തിലുള്ള കൗൺസിൽ രൂപവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് ഷുഹൈബ് റിയാലുവും പറയുന്നത്. മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും കൗൺസിലുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ് അക്യുപങ്ചർ ഒരു നല്ല ചികിത്സയാണെന്ന് പ്രഖ്യാപിച്ചു 2002. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് ആ രീതിയിൽ നടത്താനുള്ള ഒരു അനുമതി കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അനുമതി ഉപയോഗിച്ചാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടാവുക, വെസ്റ്റ് ബംഗാൾ ചെയ്തിട്ടുണ്ടാവുക. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇതിന് അത്ര വ്യാപകമായി ഇതിൻ്റെ ആവശ്യക്കാരില്ല എന്ന കാരണം കൊണ്ടായിരിക്കാം ഇതിന് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കാണ്ടിരുന്നുണ്ടാവുക. ഇനി ആവശ്യക്കാരുണ്ടെന്ന് ബോധ്യപ്പെടുന്ന മുറക്ക് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കും ഞാൻ വിശ്വസിക്കുകയാണ്. ചികിത്സാ രീതി, പഠന സമ്പ്രദായം ഇതൊക്കെ എങ്ങനെ വേണമെന്ന് നിർദ്ദേശിക്കാൻ ഉന്നത സമിതിയെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് കൗൺസിൽ ഉണ്ടാക്കി നിയന്ത്രിക്കാനാകുക എന്ന ചോദ്യമുണ്ട്. കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയോ സംസ്ഥാനം കൗൺസിൽ ഉണ്ടാക്കി മാനദണ്ഡങ്ങൾ രൂപവൽക്കരിക്കുകയോ ചെയ്യുന്നതുവരെ ഈ പ്രാക്ടീസ് ഇവരെങ്ങനെ തുടരും? അക്യുപങ്ചർ പഠിപ്പിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? ഇങ്ങനെ പഠിച്ചിറങ്ങുന്നവരുടെ യോഗ്യത ആരാണ് പരീക്ഷിക്കുക? വയോജന പരിചരണം, വിവിധയിനം കൗൺസിലിംഗുകൾ, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻസ്, ക്രിട്ടിക്കൽ കെയർ അസിസ്റ്റൻസ് തുടങ്ങി വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട 83 ഇനങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്ന ഭാരത് സേവക് സമാജിന്റെ സർട്ടിഫിക്കറ്റുമായി അക്യുപങ്ചർ എന്ന പേരിൽ ചികിത്സ നടത്താനാകുമോ? ഇപ്പോൾ നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് BSS ഭാരത് സേവക് സമാജ് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത്. ഭാരത് സേവക് സമാജ് തന്നെയാണ് പല ഈ നിങ്ങൾ അന്വേഷിച്ചാൽ പറയും ലാബ് ടെക്നീഷ്യൻ കോഴ്സുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ഡയാലിസിസ് സെൻ്ററിൻ്റെ കോഴ്സുകൾ, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട്. അതേപോലത്തെ ഇവർ തന്നെയാണ് നമുക്ക് കോഴ്സ് ഇത് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താമസിയാതെ നമ്മൾ ഗവൺമെൻറ് ഇതിനൊരു ഒരു കൗൺസിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ റെഗുലേറ്ററി ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മളുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റെഗുലേറ്ററി സംവിധാനങ്ങൾ വേണം. റെഗുലേറ്ററി സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് നിരോധിക്കാനൊന്നും കഴിയുമൊന്നുമില്ല. കാരണം അത് ലോകാരോഗ്യ സംഘടന തന്നെ കോംപ്ലിമെൻ്ററി മെഡിസിൻസ് ആയിട്ടാണ് ഇതിനൊക്കെ അംഗീകരിക്കുന്നത്. അതായത് ഒരു മെയിൻ സ്ട്രീം മെഡിസിൻ ഉണ്ട്, അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് അക്യുപങ്ചർ വരുന്നത്. പ്രത്യേകിച്ചും അക്യുപങ്ചർ പെയിൻ റിലീഫിനാണ്, വേദനയ്ക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സയായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള റെഗുലേഷൻ വേണം. കോഴ്സ് നടത്തിപ്പും ചികിത്സാ രീതിയും ചർച്ച ചെയ്യുമ്പോൾ തന്നെ മതനിഷ്ഠകളെയും ദൈവവിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്നത് കാണാതിരുന്നുകൂടാ. പഠിച്ചവന്റെ ഹക്കാണ് ഇത്. പൂർണ്ണ ഷിഫ എന്ന് പറഞ്ഞാൽ മൊത്തം മാറുന്നതാണ് അർത്ഥം. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടാണല്ലോ ഈ ട്രീറ്റ്മെന്റ് ഇവര് ചെയ്യണത്. അപ്പൊ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ഒട്ടും സയന്റിഫിക് അല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ പാടില്ല. ഞാൻ ഇക്കാലത്ത് പറയായിരുന്നു, ശരീരത്തെ ദ്രോഹിക്കുകയാണ്. ഇസ്ലാം ഒരിക്കലും പറയാത്തതാണത്. അതായത് നമുക്ക് നമ്മുടെ ബോഡി പഠിച്ചാൽ ഇത്രയും നല്ല ഭംഗിയിൽ നമ്മുടെ ബോഡി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കാത്ത് സൂക്ഷിച്ചു കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനെതിരായിട്ടൊക്കെ ചെയ്യണത്. കാല് വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ചിരിക്കും, ഇങ്ങനെ ഒരു പുഞ്ചിരി തരും. അതേപോലെ തന്നെ നബി ഇസ്ലാമായിട്ടും മുസ്ലിങ്ങളായിട്ടും ഇതിനെ ഇങ്ങനെ വല്ലാണ്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിനൊന്നും ഒരു ബന്ധവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്ന ഒരു സംഗതി, ഇത് പലപ്പോഴും ഇത് ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചില വിഭാഗങ്ങളിലേക്കാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് പ്രത്യേകമായിട്ടും ചില ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഈ വിശ്വാസത്തെ കൂടെ മുതലെടുക്കുന്ന ഒരവസ്ഥ അതിലേക്ക് വരുന്നുണ്ട്. ഇതെന്തോ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ വർജിക്കണമെന്നും അതിന് പകരം ഇത് സ്വീകാര്യമാണ്, ഇത് സ്വീകാര്യമല്ല എന്നുള്ള രീതിയിൽ
പ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഗർഭം എന്ന് പറഞ്ഞ സാധനത്തിൽ ഇങ്ങനെ വേറെ ആരും ഇടപെടേണ്ട കാര്യമില്ല, ഇത് സ്വാഭാവികമായിട്ട് വരണം. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ വിശ്വാസമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നതാണ്. അത്തരത്തിലുള്ളൊരു ദുരുപയോഗം കൂടെ നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഒരു സയൻസിനോടുള്ളൊരു ഡിസ്ട്രസ്റ്റ് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതായത് സയൻസ് എന്തോ ഒരു അപകടമാണെന്നുള്ള ഒരു തോന്നലിൻ്റെ ഭാഗമായി ഇത് റിലിജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ നടത്തുന്ന ഒരു കൂടെ ഉണ്ട്. അത് ശരിക്കും അത് നേരിടേണ്ടത് സർക്കാരിന് അതിനെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. നേരിടുന്ന അതായത് മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് അതിൻ്റെ നേരിടേണ്ട സംഗതി. ഇത് ഇത്തരത്തിലൊരു ഡേഞ്ചർ മതത്തിൻ്റെ പേരിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് അത് നേരിടേണ്ടതെന്ന് തോന്നുന്നു. എല്ലാറ്റിനുമൊടുവിൽ ബാക്കിയാകുന്നത് ഇങ്ങനെ നിരവധി മനുഷ്യരുടെ നഷ്ടങ്ങളാണ്. പിന്നീട് നമുക്ക് മനസ്സിലായത് ഇത് മറ്റുള്ള എല്ലാ ഡോക്ടർമാരും പിന്നീട് കാണിച്ച ഡോക്ടർമാർക്ക് പറഞ്ഞു നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും നിർത്തരുതെന്നാണ് പറഞ്ഞത്. ഒരിക്കലും നിർത്തരുതെന്ന് പറഞ്ഞു. ഇയാളും തയ്യെ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു, അതിനൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞു. നമുക്കൊന്നും വരില്ല. പിന്നെ അങ്ങനെ 3 മാസത്തിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നീടാണ് തുടങ്ങിയത്. പിന്നീട് ആ മരുന്നിൻ്റെ എഫക്റ്റുകളും മറ്റൊക്കെ കണ്ട് കഴിഞ്ഞോടുകൂടി എന്തായത് അത് മൊത്തം നരമ്പുകളൊക്കെ വന്നു. ഇപ്പോൾ ഈ 2 മസിലങ്ങ് വേദനയാവും. കാലിന് പൊന്തിച്ച് നടക്കാനുള്ള ഒരു ശേഷിയില്ല. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായി. അദ്ദേഹം പറയുന്നത് ഇത് 2-3 ആഴ്ച കൊണ്ട് ക്രിയാറ്റിൻ ലെവൽ ശരിയായി വരും, അതുപോലെ നീര് കുറയും, അതോടുകൂടി നമുക്ക് മരുന്നൊക്കെ നിർത്താൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആ സമയത്ത് വേറെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക ആളുകളും ഇതിലൊക്കെ പോയി പെടുന്നത് ഈ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. നമ്മളെല്ലാവർക്കും അപ്പോൾ നമുക്ക് വേറൊന്നും വർക്കാവില്ല, നമ്മുടെ ലോജിക്കൊന്നും വർക്കാവില്ല. അനാവശ്യമായ അല്ലെങ്കിൽ യാതൊരു അടിത്തറയോ ഇല്ലാത്ത അവകാശവാദങ്ങൾ. അപ്പോൾ ക്യാൻസർ രോഗത്തിന് ഇന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. മിക്കവാറും എല്ലാ ക്യാൻസറും വളരെ ചുരുക്കം ചില ക്യാൻസേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാനും വളരെയധികം ആയുസ് നീട്ടിക്കിട്ടാനും കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. പണ്ടത്തെ പോലെയല്ല. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്തായാലും മരണം എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം. അപ്പോൾ അതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്ഷയരോഗം വന്നാൽ എന്തായാലും മരണം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ക്ഷയരോഗം വന്നാൽ എന്തായാലും ചികിത്സിച്ച് മാറ്റാമെന്നുള്ള സ്ഥിതിയിലേക്ക് പോയി. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള രോഗങ്ങൾ പോലും ഈ അക്യുപങ്ക്ചർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹോമിയോപ്പതി കാരണം ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞ് ഈ ചികിത്സ തടഞ്ഞ് ഇതിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ പലപ്പോഴും ഇത് മനസ്സിലാക്കി വരുമ്പോഴേക്ക് വളരെ ലേറ്റായിട്ടുണ്ടാവും. ക്യാൻസർ വളരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള മരണങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതിനോ ഇത് ഫലപ്രദമാണെന്ന് പറയാൻ എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല എന്നുള്ള. പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും വൃക്ക തകരാറിനും എന്തിന് ക്യാൻസറിന് വരെ ചികിത്സ വാഗ്ദാനം ചെയ്തു തുടരാൻ ഇനിയും ഇവരെ അനുവദിക്കാമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. അത്തരക്കാർക്കെതിരെ നിയമ നടപടി വേണ്ടേ എന്നും